ഓ ഓ ഓ എന്താടാ രാവിലെ ആയോ? ഓക്കെ. ആടാ ഷിൻചനെ, നീ രാവിലെ തന്നെ എന്തെടുക്കുവാ? ഏ ആ ആ പറഞ്ഞ പോലെ പാലില്ലല്ലോ ചായ വെക്കാൻ. എടാ ഷിൻചനെ, എന്നാൽ പിന്നെ ഞാൻ ഒരു പണി ചെയ്യാം, കട്ടൻ ചായ വെക്കാം. പാലൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഇനി പുറത്ത് പോകണോടാ ഷിൻചനെ. പറ്റത്തില്ല ഫ്രാങ്കിൻ ബേ, ഇന്നലെയും കട്ടൻ ചായ ആയിരുന്നു, ഇന്ന് പാൽ ചായ തന്നെ വേണം. പോയി പാല് വാങ്ങിച്ച് ചായ ഉണ്ടാക്ക് ഫ്രാങ്കിൻ ബേ. എടാ ഷിൻചനെ, നിനക്ക് കട്ടൻ ചായ കുടിക്കാൻ പറ്റത്തില്ല അല്ലാടാ ഷിൻചനെ. ആ ശരി, ഇനി പോയി പാല് വാങ്ങിക്കണം. വെയിറ്റ് എ മിനിറ്റ്. എടാ ഷിൻചനെ, ഇത് ഡൈനോസർ അല്ലേ എടാ ഷിൻചനെ? എടാ ഷിൻചനെ, നീ ജനലിൽ കൂടെ നോക്കിയ ഡൈനോസർ. ഫ്രാങ്കിൻ ബേ ശരിയാണല്ലോ ഫ്രാങ്കിൻ ബേ, ഇത് ഡൈനോസർ. എടാ ഷിൻചനെ, വർഷങ്ങൾക്ക് മുമ്പ് വംശനാശം വന്ന ഈ ഡൈനോസർ എങ്ങനെയാടാ വീണ്ടും വന്ന്? ഫ്രാങ്കിൻ ബേ, ഇത് ഒറിജിനൽ ഡൈനോസർ തന്നെയാണോ? എടാ കണ്ടിട്ട് ഇത് ഒറിജിനൽ ഡൈനോസർ തന്നെയാണ് തോന്നടാ. കണ്ടോ അതിൻ്റെ വലിപ്പമൊക്കെ കണ്ടോ? എടാ ഷിൻചനെ, ഞാൻ മേളിൽ കയറി നോക്കട്ടെ. ഓക്കേ, എൻ്റെ മേളിൽ കയറി നോക്കട്ടെ. ഇവിടെ ഡൈനോസറിനൊന്നും കാണുന്നില്ലല്ലോ. എടാ ഇനി ഡൈനോസർ വല്ലതും നമ്മുടെ വീടിൻ്റെ അകത്തോട്ട് വല്ലതും കയറി? ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. ഓക്കെ ഓക്കെ, ഇതേ റോട്ടിലൂടെ നടക്കുന്നുണ്ടോ? ഞാനിങ്ങനെ ഇത് കാണാതെ പാല് വാങ്ങിക്കാൻ പോയിരുന്നെങ്കിൽ ചത്താനെ. ഓക്കെ, നമ്മൾ ജസ്റ്റ് മിസ് ഇറങ്ങുമ്പോൾ തന്നെ കണ്ട്, അതുകൊണ്ട് കൊള്ളാം. ഓക്കെ, നമുക്കെന്തായാലും താഴെ പോയി നോക്കട്ടെ ഇനി അത് വല്ലതും നമ്മുടെ വീടിൻ്റെ അകത്തോട്ട് കയറിയോ ഇല്ലയോ എന്ന്. ഷിൻചാൻ അവിടെ താഴെ ഒറ്റയ്ക്കാണ്. ഓക്കെ, ഇവിടെ ഡൈനോസറൊക്കെ നിൽപ്പുണ്ടല്ലോടാ ഷിൻചാനെ. എടാ ഷിൻചാനെ, നീ എവിടെ? ഫ്രാങ്കിൻ ബേ, ഞാൻ ഇവിടെ ഒളിച്ച് നിൽക്കുവാ. ആ ആ ആ ഈടാ ഡൈനോസറിൻ്റെ ഒക്കെ വലിപ്പം കണ്ടായിരുന്നാടാ ഷിൻചാനെ. നമ്മുടെ ഈ ഒരു 2 നില വീടിൻ്റെ അത്രയും ഉണ്ടോ. അതിൻ്റെ ഫ്രണ്ടിലെങ്ങാനും ചെന്ന് പെട്ട് കഴിഞ്ഞാൽ തീർന്നു. ഇതേടാ ഒരെണ്ണം നടന്നതുണ്ടോ? ഒളി ഒളി ഒളി, അത് കണ്ടാൽ ചിലപ്പോൾ നമ്മളെ കൊല്ലോടാ ഷിൻചാനെ, പറയാൻ പറ്റത്തില്ല. പുറത്തോട്ടൊന്നും ഇറങ്ങല്ലേ ഷിൻചാനെ, അത് കടിച്ച് കീറിക്കളയും. ഓക്കെ, ആ ഡൈനോസറൊക്കെ അവിടെ തന്നെ നിൽപ്പുണ്ട് ഗെയ്സ്. ഓക്കെ, അത് കാണാൻ പാടില്ല നമ്മളെ. കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ ഗെയ്സ്, ചിലപ്പോൾ കൊല്ലും, ചിലപ്പോൾ മിഴുങ്ങിക്കളയും, പറയാൻ പറ്റത്തില്ല. ഓക്കെ, അതെ അവിടെ റോട്ടിൽ കൂടി ഒരെണ്ണം നടപ്പുണ്ട്. അതാ ഇവിടെ സൈഡിൽ നമ്മുടെ മതിലിൻ്റെ അപ്പുറത്തൊരെണ്ണം നിൽപ്പുണ്ട്. ഫ്രാങ്കിൻ ബേ, എനിക്ക് പേടിയാവുന്നു ഫ്രാങ്കിൻ ബേ. എടാ ഷിൻചാനെ, നീ പേടിക്കണ്ട, നമ്മളിവിടെ ഒളിച്ചൊളിച്ച് നിന്നാൽ മതി. സോ ഇത് എങ്ങനെ ഇത് വന്നെന്നറിഞ്ഞൂടെ ഈ വംശനാശം വന്ന ഡൈനോസർ? ഓക്കെ, എന്നാൽ പിന്നെ നമുക്കൊരു പണിയാണ്, ന്യൂസ് വെച്ച് നോക്കാം. ചിലപ്പോൾ ന്യൂസിൽ ഇതിനെക്കുറിച്ച് കാണിക്കിയിരിക്കത്തില്ല. വേഗം വെക്ക് ഫ്രാങ്കിൻ ബേ. ആടാ ഷിൻചാനെ, ഞാൻ വെക്കാം. ന്യൂസിൽ ഇതിനെക്കുറിച്ച് കാണിക്കാതിരിക്കത്തില്ല. അതേടാ നമ്മുടെ വീടിൻ്റെ അകത്തൊരു ഡൈനോസർ കയറി. എടാ മോനെ, അതിൻ്റെ ഒരു വലിപ്പം കണ്ടാടാ ഷിൻചാനെ. അതിങ്ങനെ നമ്മളെ കണ്ടു കഴിഞ്ഞു ഒറ്റ വിഴുങ്ങും, അത്രേ ഉള്ളൂ. നമുക്കെന്തായാലും വേഗം ന്യൂസ് വെച്ച് നോക്കാം. ഇന്നത്തെ പ്രധാന വാർത്തകൾ, അതായത് നമ്മുടെ ഒരു ലോസ് സാന്റോസിൽ ഡൈനോസറുകൾ ഇറങ്ങിയിരിക്കുകയാണ്. അതായത് ഇപ്പോൾ തന്നെ 20 പേരെയാണ് ഡൈനോസറുകൾ കൊന്നത്. സയൻറ്റിസ്റ്റുകൾ ഇതിനെക്കുറിച്ച് പഠനം നടത്തുകയാണ്. ഉടൻ തന്നെ ഇതിനൊരു പ്രതിവിധി കണ്ടെത്തുമെന്നാണ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. സോ അതുവരെ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക, ആരും അനാവശ്യമായിട്ട് പുറത്തിറങ്ങാതിരിക്കുക. അതിൽ ഡൈനോസറുകൾ 10 പേരെ ഭക്ഷിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആരും അനാവശ്യമായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുക, എല്ലാവരും വീട്ടിനുള്ളിൽ തന്നെ സേഫായിട്ട് ഇരിക്കുക. ഓക്കെ, TV ഓഫ് ചെയ്യ്. എടാ ഷിൻചാനെ, അതിനകത്ത് പറഞ്ഞ കേട്ടാ, നമ്മുടെ ലോസ് ആൻജൽസും മൊത്തം ഡൈനോസറുകളാണ് ഷിൻചാനെ, ഇവിടെ മാത്രമല്ല. പിന്നെ അതിനകത്ത് 20 പേരെ കൊന്നെന്ന്, 10 പേരെ ഡൈനോസർ ഭക്ഷിച്ചെന്ന്. എടാ ഷിൻചാനെ പറഞ്ഞ കേട്ടോ, പുറത്തോട്ടൊന്നും ഇറങ്ങല്ലേ, അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതിനകത്ത് പറഞ്ഞു കേട്ടില്ലേ, പുറത്തോട്ട് ഒന്നും ഇറങ്ങല്ലെന്ന്. അതായത് സയൻറ്റിസ്റ്റുകൾ അതിനൊരു പ്രതിവിധി കണ്ടെത്തുന്നത് വരെ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പാടില്ല. എങ്ങനെയെങ്കിലും ഇതിനൊരു പ്രതിവിധി കണ്ടെത്തിയാൽ മതിയായിരുന്നു ഗീസ്. പിന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യും, പിന്നെ ഷെയർ ചെയ്യും, പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യും ഗീസ്. ഓക്കെ, അപ്പോൾ പിന്നെ അതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റും കൂടെ ചെയ്യും ഗീസ്. ഓക്കെ, അപ്പോൾ എടാ ഷിൻചാനെ, നമുക്കെന്തായാലും ഇവിടെ തന്നെ ഇരിക്കാം. ഡൈനോസർസൊക്കെ പോയെന്ന് തോന്നുന്നു. ഓക്കെ, ഇതാടാ ഷിൻചാനെ, നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ കൂടെ ഒരു ഡൈനോസർ അല്ലാടാ പോയടാ ഷിൻചാനെ. എനിക്ക് തോന്നുന്നു എല്ലാ ഡൈനോസറും നമ്മുടെ വീട്ടുമുറ്റത്താണോ തോന്നുന്നടാ ഷിൻചാനെ. ഫ്രാങ്കിൻ ബേ, നമ്മൾ എത്ര നാളെന്ന് വിചാരിച്ച് നമ്മൾ പുറത്തിറങ്ങാതിരിക്കും? എടാ ഷിൻചാനെ, നമ്മൾ കൊറോണ സമയത്തൊക്കെ ലോക്ക്ഡൗണിൽ വീട്ടിൽ തന്നെ ഇരുന്നില്ലേ, അതേപോലെയൊക്കെ തന്നെ. പിന്നെ നിനക്കത് ഓർമ്മ കാണത്തില്ല, നിനക്കന്ന് 2 വയസ്സും കണ്ടേ ഉണ്ടായിരുന്നുള്ളൂ ഷിൻചാനെ. ഫ്രാങ്കിൻ ബേ, വേഗം തന്നെ ഇതിനൊരു പ്രതിവിധി കണ്ടെത്തിയാൽ മതിയായിരുന്നു സയൻറ്റിസ്റ്റുകൾ. ആടാ ഷിൻചാനെ, അത് തന്നെ മതി.
മതിയായിരുന്നു. എങ്ങനെയും ഇതിനൊരു പ്രതിവിധി കണ്ടെത്തിയാൽ മതിയായിരുന്നു. സോ അതിനെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. എന്തോടെ ഒരു ഡൈനോസറിൻ്റെ വാലല്ലേ ഇതിൽ കൂടെ പോയേ? എന്തൊക്കെയാടാ ഇവിടെ സംഭവിക്കുന്നത്? അതിൻ്റെ വാലിന് തന്നെ നമ്മുടെ ഈ രണ്ടാമത്തെ നിലയുടെ അത്രയും വലിപ്പമുണ്ട് കേസ്. അതാണ് ഞാൻ പറഞ്ഞത്, ഭയങ്കര വലിപ്പമാണ് ഈ ഒരു ഡൈനോസറിന്. ഓക്കെ, ഇതേടാ നിൽക്കുന്ന നോക്കിക്കേ, എന്ത് വലിയ സാധനമാണ് കേസ് ഇത്. സോ ഇത് എങ്ങനെയായിരിക്കും എന്നാലും വന്നത്? ഈ ഒരു വംശനാശം വന്ന സാധനം എങ്ങനെയായിരിക്കും കേസ് വന്നത്? ഇതിനെക്കുറിച്ച് സയൻറ്റിസ്റ്റുകൾ പഠനം നടത്തുമെന്നല്ലേ പറഞ്ഞത്. അങ്ങനെ പഠനം നടത്തി വല്ലതും കണ്ടെത്തട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വേണം പോച്ചറ സ്വാമി. കുഴപ്പമില്ല, എണീക്കടാ ഫ്രാങ്ക്ലിൻ, എണീക്ക്. സോ ഗീസ്, രാത്രിയായിട്ടുണ്ട്. സോ നമുക്ക് കിടക്കാനുള്ള സമയമായിട്ടുണ്ട്. പക്ഷേ ഈ വീട്ടിൽ നമ്മൾ ഈ ഒരു കട്ടിൽ എങ്ങനെ കിടന്ന് ഉറങ്ങും ഗീസ്? കണ്ടില്ലേ, നമ്മുടെ കാറൊക്കെ വലിച്ച് സ്വിമ്മിംഗ് പൂളിൽ ഇട്ടിരിക്കുന്ന കണ്ടില്ലേ? അതുമാത്രമല്ല, ഇനി ഡൈനോസർ പോലെ നമ്മുടെ വീട്ടിൻ്റെ അകത്ത് കയറുക എന്നുള്ള പേടി കാരണം നമുക്കിത് ഉറങ്ങാൻ പറ്റത്തില്ല വീടിൻ്റെ അകത്ത്. വലിയ ഡൈനോസറാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ചെറിയ ഡൈനോസർ പോലെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കയറാൻ ചാൻസ് ഉണ്ട്. സോ നമ്മുടെ ആ ഒരു കാറ് വെള്ളത്തിൽ പോയി. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ കഴിഞ്ഞ അവൻ ഒരു ഇന്നോവ ക്രിസ്റ്റ വണ്ടി എടുത്ത് പുറകിലിട്ടിട്ടുണ്ട്. അതിനി എന്താവോ അതിനി ആ ഒരു ഡൈനോസർ വല്ലതും ചവിട്ടിപ്പൊട്ടിച്ചോ ആവോ. ഫ്രാങ്കിൻ ബൈ, നമ്മുടെ കാറ് വെള്ളത്തെ വീണല്ലോ ഫ്രാങ്കിൻ ബൈ. ആടെ ചിഞ്ചനെ, അത് തന്നെ ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ ആ ഒരു കാറ് വെള്ളത്തെ വീണു. എൻ്റെ ഫേവറേറ്റ് വണ്ടിയായിരുന്നു അത്. ഞാൻ കഴിഞ്ഞ തവണ ഒരു ഇന്നോവ ക്രിസ്റ്റ വാങ്ങിച്ചായിരുന്നു. അത് ഒരു അപ്ഡേഷൻ വീഡിയോ ആയിരുന്നു. അത് കാണാത്തവർ അത് പോയി കാണുക ഗീസ്. ഓക്കെ. സോ നമ്മൾ ഡൈനോസറിനെ കൊണ്ട് ഭയങ്കര ശല്യമായി തുടങ്ങി. സോ ഗീസ്, നമ്മൾ എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടിയുമില്ല. എന്തായാലും കിടന്ന് ഉറങ്ങാം. ഡൈനോസർ വല്ലതും കയറി വരുമോ? ഇല്ല. എടാ ഷിൻചനെ, നീന്ന് പുറത്തോട്ട് ഇറങ്ങി നടക്കല്ലേ. നമുക്കെന്തായാലും കിടന്ന് ഉറങ്ങാം. ഈ ലോസ് ആൻഡോസ് മൊത്തം ഡൈനോസറുകളാണ്. ഈ ഡൈനോസറുകളെ എങ്ങനെ പഴയ പോലെ അപ്രതീക്ഷിതമാക്കാം എന്നറിയാമോ മിസ്റ്റർ ഫ്രാങ്ക്ലിൻ? അതായത് ഇവിടെ കാണുന്ന ഈ 4 ചെടികൾ പറിച്ചു കളഞ്ഞാൽ നമ്മുടെ ലോസ് ആൻഡോസിലെ എല്ലാ ഡൈനോസേഴ്സും അപ്രതീക്ഷിതമായി പോകും. ഇത് നിനക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ മിസ്റ്റർ ഫ്രാങ്ക്ലിൻ. എന്തോടാ ഇത്, സ്വപ്നമായിരുന്നോ? എന്താ ഫ്രാങ്കിൻ ബൈ സ്വപ്നം വരാന്നൊക്കെ പറയുന്നത്? ഫ്രാങ്കിൻ ബൈ എന്ത് സ്വപ്നമാണ് ഫ്രാങ്കിൻ ബൈ കണ്ടേ? എടാ ഷിൻചനെ, അതായത് നമ്മുടെ ഈ ലോസ് ആൻഡോസിൽ മൊത്തം ഡൈനോസർ അല്ലേ? അപ്പോൾ ആ ഒരു ഡൈനോസേഴ്സിനെ ഒക്കെ അപ്രതീക്ഷിതമാക്കാനായിട്ട് ഒരു സ്ഥലത്ത് 4 ചെടികളുണ്ടെന്ന്. ആ ചെടികൾ പറിച്ചു കളഞ്ഞാൽ നമ്മുടെ ഒരു ലോസ് ആൻഡോസിലെ എല്ലാ ഡൈനോസേഴ്സും അപ്രതീക്ഷിതമായി പോകുന്നു. എന്നിട്ട് ഈ ഫ്രാങ്ക്ലിന്, അതായത് എനിക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് ആ ഒരു സ്വപ്നത്തിൽ പറഞ്ഞത്. അപ്പോൾ അത് സത്യമായിരിക്കും ഷിൻചനെ? ഫ്രാങ്കിൻ ബൈ എന്താ ഫ്രാങ്കിൻ ബൈ പറയുന്നത്? അതൊരു സ്വപ്നമല്ലേ ഫ്രാങ്കിൻ ബൈ? അതൊക്കെ ഫ്രാങ്കിൻ ബൈക്ക് തോന്നുന്ന. അതായത് ഫ്രാങ്കിൻ ബൈ ഇന്നലെ ആ ഒരു ഡൈനോസേഴ്സിൻ്റെ കാര്യം ആലോചിച്ചുകൊണ്ട് കിടന്നപ്പോൾ അതിനെപ്പറ്റി ഒരു സ്വപ്നം കണ്ട, അത്രേ ഉള്ളൂ. അല്ലടാ ഷിൻചനെ, ആ ഒരു സ്ഥലം എനിക്ക് അറിയാവുന്നത്. അതായത് നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ള സ്ഥലമാണ് ഷിൻചനെ. ആ സ്വപ്നത്തിൽ എന്തോ കാര്യമുണ്ടോ ഷിൻചനെ? ഞാൻ എന്തായാലും അങ്ങോട്ട് പോവാം. ഫ്രാങ്കിൻ ബൈ, നമ്മുടെ റോഡും വീടും മൊത്തം ഫ്രണ്ടിലൊക്കെ മൊത്തം ഡൈനോസേഴ്സ്. ഇത് ഡൈനോസേഴ്സിൻ്റെ ഫ്രണ്ടോട്ട് പോയി ചാടണോ ഫ്രാങ്കിൻ ബൈ ഒരു സ്വപ്നത്തിൻ്റെ പേരും പറഞ്ഞ്? എടാ ഷിൻചനെ, ശരി, നീ പറഞ്ഞൊക്കെ ഓക്കെയാണ്. പക്ഷെ എന്നാലും ആ സ്വപ്നത്തിൽ എന്തോ കാര്യമുണ്ടോ ഷിൻചനെ? അതായത് ആ ഒരു സ്വപ്നം സത്യമാണെന്നാടോ ഷിൻചനെ എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടല്ലോ. നമുക്കെന്തായാലും നമ്മുടെ ഈ ഒരു ഇന്നോവ ക്രിസ്റ്റ ആ ഡൈനോസർ ഡോറൊക്കെ തല്ലി പൊട്ടിച്ചിട്ടുണ്ട് ഗീസ്. സോ എന്ത് പറയാൻ, വണ്ടി ഓടുമെന്ന് നോക്കട്ടെ. സ്റ്റാർട്ടായാൽ മതിയായിരുന്നു, ഇല്ലെങ്കിൽ നടന്നുകൊണ്ട് വരും. കാരണം ഇപ്പോൾ നമുക്ക് ബസ് ഓട്ടോറിക്ഷയൊന്നും നമ്മുടെ ഈ ഒരു ലോസ് ആൻഡോസ് ഇല്ല. പിന്നെ കുറച്ച് വണ്ടികളൊക്കെ പോകുന്നുണ്ട്. എടാ ഷിൻചനെ, വേഗം കയറടാ. ഫ്രാങ്കിൻ ബൈ, ഞാൻ ഇപ്പോഴും പറയാം ഫ്രാങ്കിൻ ബൈ, ഒരു സ്വപ്നത്തിൻ്റെ പേരും പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഡൈനോസറിൻ്റെ വായിച്ചെന്ന് ചാടണോ ഫ്രാങ്കിൻ ബൈ? ഒന്നും കൂടെ ആലോചിച്ചിട്ട് പോരെ? എടാ ഷിൻചനെ, ഞാൻ നന്നായിട്ട് ആലോചിച്ചു. എടാ ഷിൻചനെ, ഒരു ഡൈനോസർ. ഫ്രാങ്കിൻ ബൈ, എനിക്ക് പേടിയാവുന്ന. ഫ്രാങ്കിൻ ബൈ എന്തിനാ എന്നെയും കൂട്ടിക്കൊണ്ടുവന്ന? ഫ്രാങ്കിൻ ബൈക്ക് ഒറ്റയ്ക്ക് വന്നാൽ പോരായിരുന്നു. എടാ ഷിൻചനെ, നീ നിൽക്ക്, ഇവിടെയൊക്കെ ഡൈനോസർ കുറവാ. നീ പേടിക്കണ്ട ഷീൻചനെ. എൻ്റെ കയ്യിൽ കുറച്ച് ഗൺസൊക്കെ ഉണ്ട്, അതൊന്നും എടുക്കാൻ ഞാൻ വരത്തില്ലല്ലോ. ഫ്രാങ്കിൻ ബൈ, എങ്ങോട്ടാ ഫ്രാങ്കിൻ ബൈ പോകുന്നത്? എടാ ഷിൻചനെ, ഞാൻ ഇന്ന് രാവിലെ കണ്ട ഒരു സ്വപ്നത്തെ കണ്ട സ്ഥലത്തോട്ടാണ് ഞാൻ പോകുന്നത്. അത് നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു സ്ഥലത്താണ്. ആ സ്വപ്നത്തിൽ എന്തോ കാര്യമുണ്ടോ ഷിൻചനെ? നീ പേടിക്കണ്ട, നീ ഒന്നും മിണ്ടായിരിക്കും. ഫ്രാങ്കിൻ ബൈ, ഒന്നും കൂടെ ആലോചിച്ചിട്ട് പോരെ? എടാ ഷിൻചനെ, നീ എന്താടാ ഇങ്ങനത്തെ ഒരു പേടിത്തൊണ്ടനായി പോയേ? ഫ്രാങ്കിൻ ബൈ, ഞാൻ പേടിത്തൊണ്ടനൊന്നും അല്ല.
എന്നാൽ പിന്നെ മിണ്ടേരി. ദേടാ ഷിൻചാനെ അവിടെ ഒരു ഡൈനോസർ. ഫ്രാങ്കിമ്പ എന്താ ഫ്രാങ്കിമ്പ ഏത് ഡൈനോസർ ഞാൻ കണ്ടാലും ദേടാ ഷിൻചാനെ എനിക്കെന്താ കണ്ണില്ലേ? എടാ ഷിൻചാനെ നീ ഒന്ന് അടങ്ങ്. ഇത് എടാ ഷിൻചാനെ ഈ ഒരു പെട്രോൾ പമ്പിൻ്റെ ഫ്രണ്ടിലാടാ ഞാൻ കണ്ടത്. ഇത് ഇവിടെ ഒരു റെയിൽവേ പാളമുണ്ട്, റെയിൽവേ ട്രാക്കുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഇവിടെ എവിടെയോ ആയിരുന്നു ഞാൻ എൻ്റെ സ്വപ്നത്തിൽ ഇവിടെ ഒരു ചെടി കണ്ടത്. എടാ ഷിൻചാനെ ഈ ചെടി തന്നെയാടാ. വേഗം ഇറങ്ങടാ ഷിൻചാനെ, വേഗം ഇറങ്ങി, ഈ ചെടി തന്നെ. ഫ്രാങ്കിമ്പേ വേഗം പറിക്കും ഫ്രാങ്കിമ്പേ ഈ ചെടി, ഇല്ലെങ്കിൽ ഡൈനോസേഴ്സ് വരും. ആടാ ഷിൻചാനെ ഞാനിത് പറിക്കാനായി പോകുന്നു. ഓക്കെ ഗൈസ്, നമ്മൾ ഈ ഒരു ചെടി പറിച്ചിട്ടുണ്ട്. ഫ്രാങ്കിമ്പേ എന്നിട്ട് ഈ ഡൈനോസേഴ്സ് എല്ലാം പോയോ? എടാ ഷിൻചാനെ അത് അറിഞ്ഞുകൂടാ, ഈ ഒരു ഡൈനോസേഴ്സ് എല്ലാം അപ്രതീക്ഷിതമായി പോയെന്ന് നമുക്ക് നോക്കാം. വേഗം കയറടാ ഷിൻചാനെ. ഗൈസ്, ആ ഡൈനോസേഴ്സൊക്കെ അപ്രതീക്ഷിതമായി നോക്കാം. ഫ്രാങ്കിമ്പേ ഡൈനോസേഴ്സൊക്കെ അപ്രതീക്ഷിതമായി പോയെന്ന് നമുക്ക് എന്തായാലും നോക്കാം. ഒരു സ്വപ്നം കണ്ടിട്ട് അതിൻ്റെ പേരും പറഞ്ഞ് രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുക. എടാ ഷിൻചാനെ നോക്കടാ, ഇവിടെ ഒന്നും ഒറ്റ ഡൈനോസർ ഇല്ല. ഫ്രാങ്കിമ്പേ ഇവിടെയൊന്നും അല്ലെങ്കിൽ നേരത്തെ നമ്മൾ വന്നപ്പോഴേ ഇവിടെയൊന്നും അധികം ഡൈനോസേഴ്സ് ഇല്ലായിരുന്നു. നമ്മുടെ വീട് വരെ പോയി നോക്കാം, വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ കാണും. അപ്പം അറിയാം ഫ്രാങ്കിമ്പേ എന്ത് മണ്ടത്തരവാ കാണിച്ചതെന്ന്. എടാ ഷിൻചാനെ നീ ഒന്ന് വെയിറ്റ് ചെയ്യും, നമുക്ക് വീട് വരെ പോയി നോക്കാം എന്നിട്ട് പറയാം. ഓക്കെ ഗൈസ്, നമുക്കെന്തായാലും നമ്മുടെ വീട്ടിലോട്ട് പോകാം. പിന്നെ ചാനൽ സബ് ചെയ്യാത്തവർ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത്. ഓക്കെ, നമ്മുടെ ഈ ഒരു ഡൈനോസേഴ്സ് എല്ലാം പോകണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷിൻചാനെ നമ്മൾ ഒന്ന് വിശ്വസിപ്പിക്കണം. ഓക്കെ, നമുക്കെന്തായാലും നോക്കാം. എനിക്കും ഡൗട്ടുണ്ട്. ഓക്കെ, നമ്മുടെ വീട് എത്താറായിട്ടുണ്ട്. എടാ ഷിൻചാനെ കണ്ടാടാ, നമ്മുടെ വീട് എത്താറായിട്ടുണ്ട്. ഒറ്റ ഡൈനോസറിനെ നമ്മൾ ഇതുവരെ കണ്ടില്ല. എടാ ഷിൻചാനെ നിനക്ക് ഇപ്പോൾ വിശ്വാസമായോ? നമ്മൾ വീട് വരെ വന്ന് എന്നിട്ട് ഇവിടെ ഒറ്റ ഡൈനോസേഴ്സ് ഇല്ല ഷിൻചാനെ. ഓ പോച്ചടാ അതിൻ്റെ ഇടയ്ക്കൂടെ. എടാ ഷിൻചാനെ നിനക്കിപ്പോൾ വിശ്വാസമായാ? ഫ്രാങ്കിമ്പേ എനിക്ക് വിശ്വാസമായി, എന്നാലും ന്യൂസ് വെച്ച് നോക്ക്. ആടാ ഷിൻചാനെ ഞാൻ ന്യൂസ് വയ്ക്കാൻ തന്നെയാണ് പോകുന്നത്. കാരണം നമ്മുടെ ഈ ഒരു പ്രദേശത്തുള്ള ഡൈനോസേഴ്സ് മാത്രമേ പോയുള്ളൂ, അത് നമ്മുടെ ലോസ് ആൻഡോസിലുള്ള എല്ലാ ഡൈനോസേഴ്സും പോയി നമുക്ക് നോക്കണം. ആടാ ഷിൻചാനെ നമുക്ക് വെക്കാം. ഇപ്പോൾ കിട്ടിയ ഒരു അത്ഭുത വാർത്ത, അതായത് ഇന്ന് രാവിലെ വരെ നമ്മുടെ ഒരു ലോസ് ആൻഡോസ് മൊത്തം ഡൈനോസേഴ്സ് ആയിരുന്നു. എന്നാൽ പെട്ടെന്നൊരു നിമിഷം നമ്മുടെ ഒരു ലോസ് ആൻഡോസിലുള്ള എല്ലാ ഡൈനോസേഴ്സും അപ്രതീക്ഷിതമായി പോയി. ഇതെങ്ങനെയെന്ന് സയൻറ്റിസ്റ്റുകൾക്ക് ഇപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇത് എന്ത് മായാജാലമാണോ ആവും. ഓക്കെ, ടി വി ഓഫ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഷിൻചാനെ അതിനകത്ത് പറഞ്ഞു കേട്ടാ, നമ്മുടെ ഒരു ലോസ് ആൻഡോസിലെ എല്ലാ ഡൈനോസേഴ്സും അപ്രതീക്ഷിതമായി പോയടാ. അപ്പോൾ ഞാൻ കണ്ട ഒരു സ്വപ്നം ശരിയായിരുന്നല്ലേടാ ഷിൻചാനെ? നീ പറയുന്ന കേട്ട് നിൻ്റെ വാക്കും കേട്ട് ഞാൻ അവിടെ പോയി ആ ചെടി പറക്കായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ആ ഒരു ഡൈനോസേഴ്സ് ആയേനെ. ഫ്രാങ്കിമ്പേ കണ്ടത് ശരിയാ ഫ്രാങ്കിമ്പേ ചെയ്തത് ശരിയാ. അവിടെ ഷിൻചാനെ നീ സമ്മതിച്ചു തന്നല്ലോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് മറക്കല്ലേ. സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.